മകരപ്പൂരത്തിന് കൊടിയേറി ചെമ്പൂത്തറദേശം ഉണരുകയായി. തട്ടകത്തമ്മയുടെ തിരുനടയിൽ ഭക്തിയുടെ നിറദീപങ്ങൾ തെളിഞ്ഞു. ഗ്രാമത്തെളിമയിൽ കോമരത്തിന്റെ കാൽച്ചിലമ്പൊച്ച പതിഞ്ഞാൽ ദേശമനസ്സ് മന്ത്രിച്ചു തുടങ്ങും. പൂരമിത വരവായി. തട്ടകത്തെ തഴുകിയൊഴുകുന്ന മന്ദമാരുതന്റെ മർമ്മരത്തിലും പൂരവിശേഷങ്ങളുടെ പെരുമ. ചെമ്പൂത്തറ കൊടുങ്ങല്ലൂർക്കാവിൽ മകരച്ചൊവ്വയ്ക്ക് ദേശപൂരമാണ്. ഒരു ഗ്രാമം ഇന്നതിന്റെ ജീവിതമർപ്പിക്കുന്നത് ഇവിടെയാണ്. വെള്ളാനിമലയുടെ താഴ്വാരത്തെ ചെമ്പൂത്തറ ദേശത്തിന് മകരമഞ്ഞിലും പൂരച്ചൂടാണ്. മകരത്തിലെ ആദ്യ ശനിയിൽ ഭഗവതിയുടെ തിരുനടയിൽ കൊടിയേറ്റിയാൽ 7-ാം നാൾ പൂരമായി. പൂരം നാളിൽ പുരമുണർന്നാൽ തട്ടകക്കാർക്ക് ദേവീ ദർശനം തന്നെ ശരണം. ചെമ്പൂത്തറ കാവിലമ്മ കൊടുങ്ങല്ലൂരമ്മയുടെ സഹോദരിയാണ്. കാവിലമ്മ കനിഞ്ഞാൽ നാട്ടിൽ നെൽപ്പറ അളന്നാലും തീരില്ലത്രേ. ഭക്തരായ സ്ത്രീജനങ്ങൾ ഐശ്വര്യസമൃദ്ധിക്കായി ഇഷ്ടദേവിക്ക് നൽകുന്ന നിറപറ വഴിപാട് ഒന്നല്ല, പലതാണ്. കുടുംബൈശ്വര്യത്തിന്റെ നിറവ് നടവഴിപാടായി പറയിൽ മലരുപോലെ കുമിയുന്നു. മഞ്ഞൾപ്പറ മാരിയമ്മ നടയിൽ മഹാമാരിക്ക് സുഖശമനി. ഫലമൂല വൃക്ഷസമൃദ്ധിക്ക് ഭഗവതി നടയിൽ പഴപ്പറ. ഗൃഹൈശ്വര്യം പൊലിക്കുവാൻ ഇന്ന് ഭഗവതി സവിധത്തിൽ പൊങ്കാലയിടും. ഈ വഴിപാടിന്റെ വരവിഹിതവും വനിതകൾക്ക് മാത്രം സ്വന്തം. വീട്ടിൽ ഐശ്വര്യം വരുന്ന വഴിയിൽ ഞങ്ങളുമുണ്ടെന്ന് തട്ടകത്തെ സ്ത്രീകൾ മാലോകരെ ബോധ്യപ്പെടുത്തുന്ന ദിവസം കൂടിയാണിന്ന്. ഗ്രാമസമൂഹത്തെ താരാട്ടുപാടിയും താളം മുറുക്കിയും സാന്ത്വനം നൽകിയും പോറ്റി വളർത്തുന്ന അമ്മ വിവേകത്തിന്റെ അകംപൊരുളാണിത്. ഇന്നൊരു ദിവസം തങ്ങൾ വെച്ചു വിളമ്പിയാൽ തട്ടകത്ത് ഭഗവതി ഭക്ഷിക്കുമെന്ന വിശ്വാസമാണ് ഭക്തി നിറഞ്ഞു പൊലിയുന്ന പൊങ്കാലയുടെ മഹത്വം. കൊടിയേറ്റമായാൽ കോമരം ക്ഷേത്രാടിയന്തരമായി അമ്മയുടെ നടയിലെത്തും. പുറപ്പാട് കോമരത്തിന് കാപ്പണിയാൻ അമ്മ തിരുമനസിന്റെ കാരുണ്യം വേണം. കൊടിയേറ്റം മുതൽ കൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ പൂരം നാളിലും കോമരം ദേശത്ത് വെളിപ്പെടണമെന്നാണ് വ്യവസ്ഥ. പൂരത്തിന് വെളിപാടായാൽ ഗ്രാമവീടുകളിലെന്നും കൂറ ചുറ്റി ചുവടുവെച്ച് മുറുകുനൃത്തം. ചിലമ്പിച്ച ഈ അരമണിക്കും കൊടുമണിക്കും തലമുറകളുടെ ഓർമ്മക്കിലുക്കമാണ്. ചെമ്പൂത്തറ ദേശത്തിന് പൂരപ്പറയിലെ ഈ വെളിച്ചപ്പെടൽ ചിരപരിചിതം. പറയെടുത്തു കഴിഞ്ഞാൽ പാദച്ചുവട്ടിലെ താളം വിടാതെ അരിയെറിഞ്ഞ് കോമരം ആശീർവാദം ചെയ്യും. അറിയാത്ത ഭാഷയിൽ വെളിപാട് പറഞ്ഞു തീർത്താൽ അത് കൽപ്പനയുമായി. ത്രികാലജ്ഞാനിയായ കോമരത്തിന്റെ കൽപ്പന. ഭഗവതിയുടെ പ്രതിപുരുഷന്റെ ഈ കൽപ്പന കേൾക്കാൻ ദേശമെന്നും കാതോർത്തിരിക്കുന്നു. കൽപ്പന നൽകിയ കോമരം അതിര് താണ്ടി അടുത്ത വീട്ടിലേക്ക്. അവിടെ വീണ്ടും ആട്ടച്ചുവടുകളുടെ ഒരു തനിയാവർത്തനം. ദേശവരവുകൾ കാത്തുകിടക്കുന്ന ദേവപുരാധീശ്വരിയായ ഭഗവതിയുടെ തിരുമുമ്പിൽ പൂരപ്രഭ പടരാൻ ഇനി അധികം നേരമില്ല. നാടു നിറഞ്ഞു നിൽക്കുന്ന 48 ദേശങ്ങളിലെ പൂരപ്രേമികൾ ആനയും അമ്പാരിയും ആഘോഷവിശേഷങ്ങളും കൊണ്ട് ഈ ക്ഷേത്ര സങ്കേതം നിറയ്ക്കും. പൂരക്കാരായ 48 ദേശക്കാർക്കും ഉത്സവ പങ്കാളിത്തം ഒരുപോലെ. ഒരുങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ കാഴ്ചവട്ടത്തെല്ലാം ഒരു മഹാപൂരത്തിന്റെ ആകാംക്ഷ നിറഞ്ഞ പ്രതീക്ഷകൾ തങ്ങി നിൽക്കുന്നുവോ എന്ന് സംശയം. കാണാൻ പോകുന്ന പൂരത്തെ പറഞ്ഞറിയിക്കുവാനാവതല്ല തന്നെ. കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിൽ ഈ കളിപ്പാട്ടക്കടകൾക്കൊരു കാര്യമുണ്ട്. വഴിവാണിഭക്കാരുടെ ജാതകഭാഗ്യം തെളിയുന്നത് ഈ ഇടവേളകളിലാണ്.
വർഷം തോറും മാറിവരുന്ന കളിപ്പാട്ടങ്ങൾ ഉത്സവക്കളത്തിന്റെ കൗതുകമാണ്. വഴിയോര കാഴ്ചകൾ കണ്ട് നടക്കുന്നതിലൂടെയാണ് എന്നും പൂരക്കാഴ്ചകൾ പൂർണ്ണമാകുന്നത്.